നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ നാച്ചുറലായിട്ട് തോന്നിക്കുന്ന, സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ട് കാണിക്കുന്ന ഒരു നോ മേക്കപ്പ് ലുക്കാണ്. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ അരഗൻ ഫേസ് ഓയിൽ വിത്ത് ഗോൾഡ് ലീവ്സ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം, പക്ഷേ കുറച്ച് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓയിലി സ്കിന്നുകാർ നിങ്ങൾ നോർമലി ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ തന്നെ ഉപയോഗിച്ചാൽ മതി. നമുക്കൊരു ഓയിലിനെസ് വേണം സ്കിന്നിന്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഡ്യൂയി ഫിനിഷ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചത്. നിങ്ങൾ ഇതന്നെ ഉപയോഗിക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഉപയോഗിച്ചാലും മതി. ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഈ ഒരു ഷൈൻ ഇല്ലേ, ആ ഒരു ഷൈൻ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഈ ഓയിലിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഡ്യൂയി ലുമിനസ് എന്ന് പറയുന്ന ഫേസ് പ്രൈമറാണ്. അത് ഞാൻ കുറച്ചെടുത്തിട്ട് ഹൈ പോയിൻറ്റ്സിൽ നമ്മൾ നോർമലി ഹൈലൈറ്റ് കൊടുക്കുന്ന ഏരിയാസില്ലേ, അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് മതി. ഒരുപാട് പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഷൈൻ ആയിപ്പോവും. ഇതെന്ന് പറയുന്നത് നമുക്ക് വളരെ നാച്ചുറലായിട്ട് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്ലോ ആയിരിക്കും ഫേസിന് ഉണ്ടാവുക മേക്കപ്പ് ചെയ്ത് കഴിയുമ്പം. അപ്പോൾ ജസ്റ്റ് ഞാൻ കൈ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മൊത്തം ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടവർക്ക് ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. പക്ഷേ എനിക്കിത് ഹൈ പ്ലെയിൻസിൽ മാത്രം അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് ടൈം വിടാം കേട്ടോ. ഒരു 1-2 മിനിറ്റ് വിട്ടതിന് ശേഷം വേണം. ഇവിടെ ഞാൻ ഫൗണ്ടേഷൻ അല്ല ഉപയോഗിക്കുന്നത്, BB ക്രീമാണ്. ഇവിടെ ഞാൻ BB ക്രീം ഉപയോഗിക്കാനുള്ള കാരണം, നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു 2 ലെയറില്ലേ, അത് ഒരു ഹൈ കവറേജ് ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് കവറായി പോവും. അപ്പോൾ അതിനും നല്ലത് നമ്മൾ വളരെ ലൈറ്റായിട്ട് കവറേജ് ഉള്ളൊരു BB ക്രീമോ അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ട് കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനോ വേണം ഉപയോഗിക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ താഴെ കൊടുത്ത ആ ഒരു 2 സ്റ്റെപ്പിന് യാതൊരു യൂസും ഇല്ല. അപ്പോൾ ഈ ഒരു BB ക്രീമിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ഗ്ലോയിനെസ് നമുക്ക് കാണണം, ആ ഒരു ഡ്യൂയിനെസ് നമുക്ക് ഫീൽ ചെയ്യണം. അതാണ് ഞാൻ BB ക്രീം ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ ഡാർക്ക് സർക്കിൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി പ്രോഡക്റ്റ് കണ്ണിന് താഴെയായിട്ട് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ, കൈൻ്റെ വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഫിനിഷ് കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ സെറ്റ് ചെയ്യുമ്പം ജസ്റ്റ് അണ്ടർ ഐ ഏരിയയും പിന്നെ സ്മൈൽ ലൈൻസിൻ്റെ ആ ഒരു ഏരിയ, അതായത് ഈ ഒരു BB ക്രീം ക്രീസ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയാസ് മാത്രമാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്യണത് കേട്ടോ. ഫുള്ള് ഫേസ് സെറ്റ് ചെയ്താൽ കംപ്ലീറ്റ് പോയി. പിന്നെ ആ ഡൂയിനെസ്സും ആ ഒരു ഓയിലിനെസ്സും ഒന്നും നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. അപ്പം ഫുള്ള് ഫേസ് സെറ്റ് ചെയ്യരുത്. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഒരു ഡ്യൂയി ഫിനിഷ് തരുന്ന സെറ്റിംഗ് സ്പ്രേ നമുക്ക് വേണം. ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മിസ് ക്ലെയറിൻ്റെ ആണ്. അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, കണ്ടില്ലേ, സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്യൂയി ഫിനിഷായിട്ട് മാറുകയും ചെയ്യും. അതേസമയം നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും നല്ല രീതിയിൽ തന്നെ സെറ്റ് ആവുകയും ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബൗൺസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ട് സ്കിന്ന് നല്ല ഗ്ലോയി ഡ്യൂയി ആയിട്ട് നിൽക്കും. കുറേ നേരം നിൽക്കുകയും ചെയ്യും. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി ലാസ്റ്റുള്ള സ്റ്റെപ്പ് ഓപ്ഷണലാണ്. നമ്മൾ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രൈമർ ജസ്റ്റ് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, ഹൈലൈറ്റർ പോലെ. ഇത് കുറച്ചും കൂടിയും ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് എടുത്ത് കാണാൻ വേണ്ടി സഹായിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ഉപയോഗിച്ചാലും മതി. ലാസ്റ്റായിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഞാൻ ബ്ലഷോ കോൺടോറിങ് ഒന്നും ചെയ്യില്ല, കാരണം ഈ ഒരു സ്കിന്ന് പോലെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ ഒരു മേക്കപ്പിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ വേറെ പ്രോഡക്റ്റ് ഒന്നും ഉപയോഗിക്കാത്തത്. ഇനി ഗ്ലോസി ഫിനിഷ് കിട്ടാൻ വേണ്ടി ദേഗയുടെ ഈ ഒരു ലിപ് ബാം മേലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മളെ ഈ ഡ്യൂയി ഫിനിഷുള്ള മേക്കപ്പ് കംപ്ലീറ്റ് ആയി.